എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാട്ടെ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുവാൻ പകലിലെ വഴികളിൽ വെയിലു പോലണയുവാൻ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ കന്നിപ്പകലോനോ മിന്നിപ്പറന്നീടാൻ വെള്ളിച്ചെറുമേഘം തേരൊരുക്കി പമ്മിച്ചിണുങ്ങീടും ചെല്ലച്ചെറു കൂട്ടം ഒന്നിച്ചതിൽ നാട്ടുപാതയേറി പുതുമലർക്കാലം വിരൽ തൊടും നേരം ഇടനെഞ്ചോരം നിന്നിടിപ്പെന്തേ കൂടും അതിരില്ലാതൻപിൻ മഴവെള്ളെ ചാറും ഇളം വെയിലോ വഴിയരി. കുട്ടികൾ കളിച്ചുകൊണ്ട് തന്നെയാണ് വളരേണ്ടത്. കളിയിൽ കൂടി അവർ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ തിരക്കുകൾ കാരണം ഈ കുട്ടിക്ക് കളിക്കാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ
നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ്. ഇത് മൂന്നും വന്നാൽ മാത്രമാണ് നാലാമത്തതായിട്ടുള്ള പഠനം സംഭവിക്കുകയുള്ളൂ. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നന്നായിട്ട് കളിക്കണം. നാലാമത്തതാണ് പഠനം എന്ന് പറയുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ് ശ്രദ്ധിക്കുക.